ഉത്തര ധ്രുവ മേഖലയിലെ കട്ടിയേറിയ ഐസ് കവചമാണ് പെർമാഫ്രോസ്റ്റ്. റഷ്യയിലെ സൈബീരിയയിലെ ഈ പെർമാഫ്രോസ്റ്റിൽ നിന്ന് 44,000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചെന്നായയുടെ ശരീരം കണ്ടെത്തിയിരിക്കുകയാണ്. 2021 റിപ്പബ്ലിക് ഓഫ് സഖയിലെ യാക്കൂസ്ക് എന്ന പ്രദേശത്തെ ഒരു നദിയിൽ നിന്ന് കണ്ടെത്തിയ ഈ ചെന്നായയുടെ ശരീരാവശിഷ്ടം വെച്ച് മൃഗശസ്ത്രക്രിയ നടത്തി പഠിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. 44,000 വർഷം പഴക്കമുള്ള ഈ ചെന്നായയെ പഠിക്കുന്നത് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത്. സാധാരണ വൈറസിനേക്കാൾ 1000 ഇരട്ടി വലിപ്പമുള്ള അപകടകാരിയായ വൈറസുകൾ മഞ്ഞിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഉത്തര ധ്രുവ മേഖലയിലെ കട്ടിയേറിയ ഐസ് കവചമായ പെർമാഫ്രോസ്റ്റിലാണ് കൂടുതലായും ഇവ കാണപ്പെടുന്നതും. കിഴക്കൻ സൈബീരിയയിലെ ലന നദിയിലെ ഒരു റഷ്യൻ തുറമുഖ നഗരമാണ് യാക്കൂസ്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള നഗരമായ യാക്കൂസ്കിലെ നോർത്ത് ഈസ്റ്റേൺ ഫെഡറൽ സർവകലാശാലയിലെ പഠനത്തിൽ ചെന്നായയുടെ പോസ്റ്റ്മോർട്ടം നിരീക്ഷിച്ച് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ മൃഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക, ഇതുവഴി ചരിത്രാതീത കാലത്തെ വൈറസുകളെയും ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മജീവികളെയും ഇതിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. നിബിഡമായ ഹിമം നിറഞ്ഞിരിക്കുന്ന പെർമാഫ്രോസ്റ്റ് ചത്ത ജീവികളുടെ ശരീരം സംരക്ഷിക്കും. ഇത്തരത്തിൽ കണ്ടെത്തിയതാണ് ഈ ചെന്നായയെയും. വൈദ്യശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും സജീവമായ പദാർത്ഥങ്ങളുടെ നിർമ്മാതാക്കളായി ഉപയോഗിക്കാവുന്ന സൂക്ഷ്മാണുക്കൾ കണ്ടെത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ശരീരത്തിലെത്തിയാൽ ഈ വൈറസ് അപകടകാരികളാകുമെങ്കിലും ഇവ ഐസിൽ സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതിപരമായി ഗുണകരമാണ്. കാരണം കട്ടിയുള്ള ഈ ഐസ് കവചം മഞ്ഞുരുകൾ കുറയുന്നതിന് സഹായകരമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ ഐസിൽ ആൽഗകൾ അമിതമായി വളരുന്നത് തടയാൻ ഇവ ഉപകരിക്കുമെന്നും ഡെൻമാർക്കിലെ പ്രശസ്തമായ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നുണ്ട്. പരിസ്ഥിതിക്ക് ഇത് ഗുണകരമാണെങ്കിലും മനുഷ്യ ശരീരത്തിലേക്ക് എത്തിയാൽ ഏറെ അപകടകാരികളായി മാറുകയും ചെയ്യും ഈ വൈറസ്. റഷ്യയിലെ തണുപ്പ് കൂടിയ സൈബീരിയൻ മേഖലയായ യാക്കൂസ്കിൽ -76 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുണ്ടാകാം. പെർമാഫ്രോസ്റ്റ് എന്ന പ്രതിഭാസം കാലങ്ങളായി ഇവിടെ ഉണ്ടാകാറുള്ളതാണ്. ആഗോളതാപനം മൂലം പെർമാഫ്രോസ്റ്റ് ഉരുകുന്നത് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ആശങ്ക ഉയർത്തും. പെർമാഫ്രോസ്റ്റ് ഉരുകിയാൽ ആഗോളതലത്തിൽ മഹാമാരികൾ ഉണ്ടാകാൻ അത് വഴിവെക്കുമെന്നും ഗവേഷകർ പറഞ്ഞിരുന്നു. 2016 ധ്രുവപ്രദേശത്തിന്റെ ഭാഗമായുള്ള സൈബീരിയയിലെ യമാൽ തീരത്ത് ആന്ത്രാക്സ് ബാധ ഉണ്ടായതിനെ തുടർന്ന് നിരവധി പേർ ആശുപത്രിയിലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞിൽ മൂടിപ്പോയ ഒരു മാനിന്റെ മൃതശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ബാക്ടീരിയ വായുവിലും വെള്ളത്തിലും കലർന്നായിരുന്നു ആന്ത്രാക്സ് പരന്നത്. ചെന്നായയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിലൂടെ 44,000 വർഷങ്ങൾക്ക് മുമ്പുള്ള യാക്കൂസ്കിനെ കുറിച്ചുള്ള അപൂർവ ഉൾക്കാഴ്ച നൽകുമെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു.